നമസ്കാരം. RSSന്റെ തലസ്ഥാനമായ നാഗ്പൂരിൽ വെച്ച് ചൈനീസ് നയതന്ത്ര ഉദ്യോഗസ്ഥർ RSSന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ നിരവധി ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ചൈനയും RSSും തമ്മിൽ എന്താണ് ബന്ധം എന്ന സുപ്രധാന ചോദ്യമാണ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത്. നാഗ്പൂരിലെ സ്മൃതി മന്ദിർ സമുച്ചയത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ അജണ്ട എന്താണ്? അദാനിയുടെ ചൈന ബന്ധത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നും യോഗത്തിന് ഒരു മാസത്തിന് ശേഷം ചൈനയും RSSും തമ്മിലുള്ള ബന്ധം പുറത്തു വരികയാണ് എന്നുകൂടി KC വേണുഗോപാൽ പറയുന്നുണ്ട്. ബന്ധങ്ങൾ സാധാരണ നിലയിലല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം സമ്മതിക്കുന്ന സമയത്ത് തന്നെ BJPയുടെ മാതൃസംഘടന എന്തിനാണ് ഈ ചൈനീസ് നയതന്ത്രജ്ഞരുമായുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ചോദ്യം. അതുകൊണ്ടാണ് മോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നത് എന്ന ചോദ്യം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും സംശയം ഉളവാക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ RSSനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമല്ല. കാരണം ഇതിനു മുൻപ് ശ്രീലങ്കയുടെ നയതന്ത്ര പ്രതിനിധികളുമായി RSSന്റെ അധികൃതർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ RSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയദശമി പരിപാടിയിൽ ഇസ്രയേലിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇത് വലിയ ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. RSS എന്ന സംഘടന 3 വർഷം കൂടുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളുമായും അല്ലെങ്കിൽ പുറത്തുള്ള അവരുടെ ആ സംഘടനയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുമായും ചർച്ചകൾ നടത്തുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ ലീഗുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും വരെ RSS ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഉയർന്നു വരാത്ത ഒരു ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിവാദം ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളം.